നമസ്കാരം. ഇപ്പോൾ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാനായിട്ട് ഇവിടെ വന്നതാണ്. ഹൈക്കോർട്ടിൻ്റെ ടെർമിനലിൻ്റെ അകത്താണ്. അപ്പോൾ അടുത്ത ഫോർട്ട് കൊച്ചിക്കുള്ള ഷിപ്പ്, അതായത് ബോട്ട് എത്തും. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെളിയിലുള്ള ബോട്ടിൻ്റെ കാര്യങ്ങളും അതിൻ്റെ യാത്രയും അതിൻ്റെ ദൃശ്യഭംഗികളും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് തീർത്ഥയാത്രയിൽ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോയിലേക്ക് അവർക്കും കൃത്യമായ സ്വാഗതം. കൊച്ചിൻ മെട്രോയുടെ ഒരു ഉപവിഭാഗമാണ് കൊച്ചിൻ വാട്ടർ മെട്രോ. വാട്ടർ മെട്രോ പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമായിട്ട് കൊച്ചി മാറി എന്നുള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 23 ഇലക്ട്രിക് ബോട്ടുകൾ 2021 ഡിസംബറിലാണ് പരീക്ഷിച്ചത്, ആദ്യമായിട്ട് പ്രവർത്തിച്ചത്. ഇപ്പോൾ 75ഓളം ബോട്ടുകളുണ്ട്. 15 റൂട്ടുകൾ നിശ്ചയിച്ച് 74 കിലോമീറ്ററിലധികം ഇത് നിത്യവും യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു. കൊച്ചിയുടെ ടൂറിസത്തിൽ കൊച്ചിൻ വാട്ടർ മെട്രോ വളരെയധികം നിർണായകമായിട്ടുള്ള പ്രയോജനമാണ് ചെയ്തിരിക്കുന്നത്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ജലപാതകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൊച്ചിയിലെ ജനങ്ങൾക്ക് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ഗതാഗത മാർഗമായിട്ട് ഇന്ന് കൊച്ചിൻ വാട്ടർ മെട്രോ മാറി എന്നുള്ളതാണ്. ജലപാതകളുടെ സങ്കീർണ ശൃംഖലയിലൂടെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന നൂതനവും സുസ്ഥിരവുമായ ഗതാഗത മാർഗമാണ് കൊച്ചി വാട്ടർ മെട്രോ. ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്നതിനും നഗരത്തിൻ്റെ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമൊക്കെ ഇത് സാഹചര്യമൊരുക്കി എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചി, കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ലകളിൽ ഒന്നായിട്ടുള്ള കൊച്ചി ഈ പദ്ധതി നഗരത്തിലെ മലിനീകരണവും ഗതാഗതക്കുരുക്കും കുറയ്ക്കുമെന്ന് 100% ഉറപ്പാണ്. കൊച്ചി തടാകത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളിലെ കുടുംബങ്ങൾക്ക് പ്രധാന ഭൂപ്രദേശത്തെ വ്യാപാര മേഖലകളിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കും എന്നും പ്രതീക്ഷിക്കുന്നു. 38 ബോട്ട് ജെറ്റുകളാണുള്ളത്. 78 ഫാസ്റ്റ് ഇലക്ട്രിക് ഹൈബ്രിഡ് ഫെറികളുള്ള 78 കിലോമീറ്റർ നീളമുള്ള റൂട്ടുകളുടെ ശൃംഖലയിൽ 10 ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 15 റൂട്ടുകളുടെ വികസനമാണ് കൊച്ചിൻ വാട്ടർ മെട്രോ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 33,000-ലധികം ദ്വീപുകാർക്ക് വാട്ടർ മെട്രോയുടെ പ്രയോജനം ലഭിക്കും. അതുകൂടാതെ ടൂറിസം മേഖലയിലും നിരവധിയായിട്ടുള്ള സംഭാവനകൾ ഇതുവഴി ലഭിക്കും. കൊച്ചിയുടെയും സൗന്ദര്യത്തെ പൂർണ്ണമായിട്ടും കൊച്ചിൻ വാട്ടർ മെട്രോയിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. നിരവധിയായിട്ടുള്ള പ്രധാന കൊച്ചിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ വാട്ടർ മെട്രോയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കൊച്ചിയുടെ സൗന്ദര്യം കാണാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും കൊച്ചി വാട്ടർ മെട്രോയെ ഉപയോഗിക്കാവുന്നതാണ്. ജലഗതാഗതം എന്നതിൽ ഉപരിയായി കൊച്ചിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഏറ്റവും നല്ല ഉപായം കൊച്ചിൻ വാട്ടർ മെട്രോ തന്നെയാണ്. കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ആകെ മൂല്യം 819 കോടിയായിട്ടാണ് പറയുന്നത്. വൈറ്റില, കാക്കനാട്, ഹൈക്കോടതി, വൈപ്പിൻ, ബോൾഗാട്ടി, സൗത്ത് ചിറ്റൂർ, ചേരാനല്ലൂർ, ഏലൂർ, ഫോർട്ട് കൊച്ചി എന്നിങ്ങനെയാണ് ഇപ്പോൾ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ടെർമിനലുകൾ ഉള്ളത്. കൂടുതലായിട്ട് ഇതിന് വികാസം വരുന്നതോടുകൂടി നിരവധിയായിട്ടുള്ള ടെർമിനലുകളും ബോട്ട് സർവീസുകളും ഒക്കെ ആരംഭിക്കുന്നതിന് വാട്ടർ മെട്രോയ്ക്ക് ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും വൈപ്പിനിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ വൈറ്റില, കാക്കനാട് മറ്റൊരു റൂട്ടാണ്. സൗത്ത് ചിറ്റൂർ, ഹൈക്കോടതി എന്നീ സ്ഥലങ്ങളിലേക്കും സർവീസ് ഉണ്ട്. അങ്ങനെ വിവിധ സർവീസുകളിലായിട്ട് നമുക്ക് കൊച്ചിയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാനായിട്ട് സാധിക്കും. നമസ്കാരം. ഫോർട്ട് കൊച്ചി ടെർമിനലിലാണ്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ ടെർമിനലിലാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൊച്ചിൻ വാട്ടർ മെട്രോ. കൊച്ചിൻ മെട്രോയുടെ ഒരു ഉപവിഭാഗമാണ്. തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസാണ് ഇത്തരത്തിലുള്ള. വളരെ അതിഗംഭീരമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എറണാകുളത്ത് വരുമ്പോൾ ഈ കൊച്ചിൻ വാട്ടർ മെട്രോയിൽ ഒന്ന് കയറണം. ഇതിപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. മറൈൻ ഡ്രൈവ് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ വൈപ്പിനിലേക്കും ഒക്കെ സർവീസുണ്ട്. തൃപ്പൂണിത്തുറ, വൈറ്റില, കാക്കനാട് സർവീസുണ്ട്. അത് രണ്ട് റൂട്ടാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ദൃശ്യങ്ങളും കൊച്ചിയുടെ മനോഹാരിതയൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
തീർത്ഥയാത്രയുടെ ഇത്തരത്തിലുള്ള വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോ പോലെ തന്നെ ഇതും ഒരു പ്രധാന വിഷയമായതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും എറണാകുളത്ത് വരികയാണെങ്കിൽ കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ദൃശ്യഭംഗിയും കൊച്ചിയുടെ ദൃശ്യചാരുതയും എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ ആസ്വദിക്കാനാകും. 20 മുതൽ 40 രൂപ വരെയാണ്. അത് സമയത്തിൻ്റെ അനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്ന റേറ്റ്. ഇപ്പോൾ എനിക്ക് 40 രൂപയായി ടിക്കറ്റ്. ഇനി തിരിച്ച് 2:15 1:40 ബോട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ഒന്ന് കണ്ടിട്ട് അടുത്ത ഇതിൽ ഹൈക്കോർട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പം നമുക്ക് ഇതിനിടയ്ക്ക് ഒരുപാട് വല്ലാർപാടം ടെർമിനൽ തുടങ്ങി ബോൾഗാട്ടി പാലസ് തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഇതിനുള്ളിലുണ്ട്. ആ കാഴ്ചകളുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് നമുക്ക് കാണാം. അപ്പം ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഇതിനു മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. വലിയ പാർക്കുണ്ട്. അത് കുട്ടികളെയും കൊണ്ടുവരുന്നവർക്ക് രാവിലെയും വൈകിട്ടുമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഓപ്പണിങ്. പാർക്കിലൊക്കെ കയറാം. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭക്ഷണ വൈവിധ്യം തന്നെയുണ്ട്. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. 2016 ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. വൈറ്റിലയ്ക്കും ഇൻഫോ പാർക്കിനും ഇടയിലുള്ള ആദ്യ പാത 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം 2023 ഏപ്രിൽ 25 ഔദ്യോഗികമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അന്ന് ഇത് യാത്രക്കാർക്കായിട്ട് തുറന്നു കൊടുക്കുകയും ചെയ്തു. നാം ഇപ്പോൾ കാണുന്നത് വല്ലാർപാടം ടെർമിനലാണ്, കണ്ടെയ്നർ ടെർമിനൽ. വലിയ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ ഇവിടെ അടുത്തിട്ടാണ് കൊച്ചിയുടെ ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോ പരിപൂർണമായിട്ട് എല്ലാ സ്ഥലത്തേക്കും സർവീസ് നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏകദേശം 2035 പരിപൂർണമായിട്ട് പൂർത്തിയാക്കാനായിട്ടാണ് വാട്ടർ മെട്രോ സംവിധാനം ഉദ്ദേശിക്കുന്നത്. പ്രതിദിനം അങ്ങനെ 1.5 ലക്ഷത്തോളം യാത്രക്കാർ ഇത് ഉപയോഗപ്പെടുത്തുമെന്നാണ് കൊച്ചിൻ വാട്ടർ മെട്രോയുടെ കണ്ടെത്തൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് ബോട്ട് മെട്രോ ട്രാൻസ്പോർട്ട് സർവീസ് ആയിരിക്കും ഇത് എന്ന് വിശേഷിപ്പിക്കുന്നു. ആധുനികവൽക്കരിച്ച എയർ കണ്ടീഷൻ ചെയ്ത വൈഫൈ പ്രവർത്തനക്ഷമമാക്കിയുള്ള കാറ്റമരൻ പാസഞ്ചർ ബോട്ടുകളുടെ 2 ഭഗവേദങ്ങളാണ് പദ്ധതിക്കായിട്ട് ഇനിയും പുതുതായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കാണുന്ന കാഴ്ചകളുടെയൊക്കെ കൃത്യമായ വിവരണം നൽകുന്നത് എന്നുള്ളത് കൊച്ചി കാണാനെത്തുന്ന സഞ്ചാരികൾക്ക് വളരെ പ്രയോജനകരമാണ്. നിങ്ങൾ ഇത്തരത്തിൽ കൊച്ചി കാണാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് യാത്ര ചെയ്യേണ്ട സംവിധാനമാണ് കൊച്ചിൻ വാട്ടർ മെട്രോ എന്നുള്ളത്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക എന്ന് പറയുകയാണ്. വീണ്ടും ഹൈക്കോടതി ജംഗ്ഷനിൽ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയുടെ ടെർമിനലിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇനിയിപ്പം എനിക്ക് തൃപ്പൂണിത്തുറ വരെ ഒന്ന് പോകണം. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ വാട്ടർ മെട്രോയിലും ഒന്ന് യാത്ര ചെയ്യുക. അപ്പോൾ ഇനി ഇവിടുന്ന് ഞാൻ ബസ്സിന് പോകണം. കാര്യം ഹൈക്കോടതി ജംഗ്ഷനിൽ മെട്രോ ഇല്ല. അല്ലെങ്കിൽ MG റോഡിലോ എല്ലാം പോയിട്ട് മെട്രോയിൽ പോകണം. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ വരുന്നവർ എന്തായാലും ഇന്ന് കാണുക. കായലിൻ്റെയും കൊച്ചിയുടെ പ്രകൃതി ഭംഗിയുടെയും സൗന്ദര്യം ആസ്വദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം.